നമസ്കാരം. ഗുഡ് ഈവനിങ്. വിത്ത് ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. I want to thank you for being my love. I trust you so completely. Whatever time has in store for us, I look forward to our tomorrow. ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ഒരു നാളെ, അതല്ലേ നമ്മളെല്ലാവരും കൊതിക്കുന്നേ. ഇന്ന് രാത്രി നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന എന്താ? എങ്ങനെയും ഒന്ന് രാവിലെ ആയിരുന്നെങ്കിൽ, എങ്ങനെയും അയാളുടെ അടുത്തൊന്ന് പോകാൻ പറ്റായിരുന്നെങ്കിൽ, എങ്ങനെയും അയാളൊന്ന് കാണാൻ പറ്റായിരുന്നെങ്കിൽ അല്ലേ? പ്രണയിക്കുന്ന, മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. നിങ്ങളുടെ കൂടെ ഞാൻ റീനു. എൻ്റെ കയ്യിലൊരു മെസ്സേജ്. എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് നിത. ഞങ്ങൾ 1 വർഷമായിട്ട് പ്രണയത്തിലാണ്. ആദ്യത്തെ 1 മാസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു വലിയ വഴക്കുണ്ടായി. ഈ വഴക്കുണ്ടായപ്പോൾ അവൾ ഫോണങ്ങ് ഓഫ് ചെയ്തു. 2 ദിവസത്തേക്ക് യാതൊരു അറിവുമില്ല. പിന്നെ അവൾ ഫോൺ ഓൺ ചെയ്തു. എന്നാൽ ഒന്ന് അറ്റൻഡ് ചെയ്യുമോ? അതുമില്ല. ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. കംപ്ലീറ്റ് വഴക്ക്. ഞാൻ ഒരുപാട് കാല് പിടിച്ചിട്ടാ അവൾ പിന്നെ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തേ. പക്ഷെ അന്ന് ഞാൻ അവളോട് പറഞ്ഞു, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. എനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഒരാൾ ഫോൺ ഓഫ് ചെയ്യുന്നതെന്ന്. അവൾ സത്യം ചെയ്തു, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന്. ഇപ്പതാ 1 വർഷമായി അവൾക്കതൊരു ശീലമായി. എനിക്കാകെ സങ്കടം. എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന കാര്യമല്ലേ അവൾ ചെയ്യുന്നത്. ബ്രേക്കപ്പ് ആയാലോന്ന് വരെ ഞാൻ ആലോചിക്കുക. ഇച്ചിരി വിഷമമുള്ള സിറ്റുവേഷനിലാണേ. ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ റീനു ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ലവർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്താ ചെയ്യുക? അയാളെ ഉപേക്ഷിക്കുമോ, അതോ നന്നാക്കാനായിട്ട് ശ്രമിക്കുമോ? ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യുമോ? ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ് പ്ലസ് മീ റീനു. ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരു ലവർ എന്താന്ന്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു പറയുന്നു, നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന നമ്മുടെ ലവറാ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവർക്കും കാണില്ലേ? എനിക്കും കാണും, ഞാൻ പ്രണയിക്കുന്ന ആ ആൾക്കും കാണും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ആളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മളാവുമ്പോൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ നോക്കണ്ടേ? അങ്ങനെ ചെയ്യുന്നതിന് പകരം അയാൾ ഉപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്നത് ശരിയാണോ? ലവ് ബൈറ്റ്സിലേക്ക് റീനുവിന് ദീപ് അയച്ച മെസ്സേജിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു. ഇതാണോ നിങ്ങളുടെ ഒപ്പീനിയൻ? നിങ്ങളുടെ ലവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യുക? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു SMS അയക്കൂ. ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. മനോഹരമായ പ്രണയഗാനങ്ങളും പ്രണയ സന്ദേശങ്ങളും നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെ അഭിപ്രായം പറയാൻ ഒരാളെത്തിയിട്ടുണ്ട്, ജീന. ഹായ് ജീന. ഹായ് രേണു. ജീന, ഞാൻ നേരത്തെ റേഹാൻ്റെ ഒരു മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. നമ്മുടെ ലവർ വീണ്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നു. അപ്പം എന്താ ചെയ്യുക? ഒരിക്കലും ഞാൻ റേഹാനെ പോലെ അവരെ വിട്ട് കളയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം നമ്മുടെ ലവർ തെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളല്ലേ. അവരെ തെറ്റ് തിരുത്താനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു തോൽവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അവരെ നമ്മളെ കൊണ്ട് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്ര ശ്രമിക്കുക. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ അത് ലക്ക, അത് അവരുടെ എന്താ പറയാ വിധി എന്ന് കരുതി നമ്മൾ സമാധാനിക്കുക. യെസ്, അങ്ങനെ തന്നെ. ഒരർത്ഥത്തിൽ ശരിയാണ് ജീന. മറ്റേയാളെ തിരുത്താനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു ചെറിയ പരാജയമാണ്. ആ പരാജയത്തിന്റെ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കേട്ടുകൊണ്ടിരിക്കുന്ന